സ്പോയിലർ അലേർട്ട്, ഈ സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഫുൾ മൂവി കാണുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. സിനിമ ബെൽ ബോട്ടം അഡ്വഞ്ചേഴ്സ് ഓഫ് ഡിറ്റക്റ്റീവ് ദിവാകർ, അങ്ങനെയാണ് മുഴുവൻ പേര്. ഋഷഭ് ഷെട്ടി, ഹരിപ്രിയ, അച്യുത് കുമാർ, ദിനേശ് മാംഗ്ലൂർ, പ്രമോദ് ഷെട്ടി തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കന്നഡ കോമഡി ത്രില്ലറാണ്. ത്രില്ലർ എന്ന് പറഞ്ഞാൽ മോഷണമാണ് നടക്കുന്നത്. മോഷ്ടിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസുകാർ പിടിച്ചെടുത്ത് തൊണ്ടി മുതലാണ് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അത് ചെയ്തത് ആരാണെന്നും എങ്ങനെയാണെന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ നായകൻ. കാന്താര കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഋഷഭ് ഷെട്ടിയുടെ ഒരു ഫൺ വെർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫുൾ മൂവി കാണുന്നവർക്ക് ഇപ്പോൾ പോയി കാണാം. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സിനിമ തുടങ്ങുന്നത് ഒരു പോലീസ് സ്റ്റേഷന്റെ മുറ്റം കാണിച്ചുകൊണ്ടാണ്. അവിടെ പോലീസുകാർ പിടിച്ച കുറെ കള്ളന്മാരും അവർ മോഷ്ടിച്ച തൊണ്ടി മുതലെല്ലാം നിരത്തി വെച്ചിട്ട് പോലീസുകാർ പത്രസമ്മേളനം നടത്തുകയാണ്. അതിനുശേഷം ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ പരശുറാം ആ തൊണ്ടി മുതലുകളെല്ലാം എടുത്ത് സ്റ്റേഷൻ്റെ അകത്തുള്ള ഒരു ലോക്കറിൽ വെച്ച് പൂട്ടുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആ വാർത്ത ഫോട്ടോ സഹിതം വന്നിട്ടുണ്ട്. അപ്പോൾ പരശുറാമിന് ഹാപ്പിയായി. അപ്പോൾ കള്ളന്മാരെയും മോഷണ മുതലുകളും ഇന്ന് കോടതിയിൽ ഹാജരാക്കണം. പരശുറാം തൊണ്ടി മുതൽ എടുക്കാനായിട്ട് ആ ലോക്കർ തുറന്നപ്പോൾ ഞെട്ടിപ്പോകുന്നു. അതിൻ്റെ അകത്ത് ആ തൊണ്ടി മുതലില്ല, അത് ആരോ മോഷ്ടിച്ചു. ഇനി നമ്മുടെ നായകൻ ദിവാകരനെ കുറിച്ച് പറയാം. ദിവാകരന് അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അച്ഛൻ മുദിനഗോപ്പ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളാണ്. റൈറ്ററായിട്ടാണ് ജോലി നോക്കുന്നത്. ചെറുപ്പം മുതൽ ദിവാകർ ഡിറ്റക്റ്റീവ് കഥകളും സിനിമകളും കണ്ടാണ് വളർന്നത്. അതുകൊണ്ട് അവന് ഡിറ്റക്റ്റീവ് ആവാനാണ് ഇഷ്ടം. പക്ഷെ അവന് പോലീസ് ആക്കാനാണ് ഇഷ്ടം. അച്ഛൻ ജോലി ചെയ്യുന്ന അതേ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് ഇവരുടെ റിലേറ്റീവ് ആയ സുനിൽ, അതായത് ദിവാകറിന്റെ കസിൻ. അപ്പൊ ബന്ധത്തിൽ തന്നെ ഒരാൾ ഇങ്ങനെ പോലീസിലൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയായിരിക്കും മക്കളോട് പെരുമാറുക എന്നുള്ളത്. അവർ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അത് തന്നെയാണ് ദിവാറിന് സംഭവിച്ചത്. സുനിൽ ഒരു ഇൻസ്പെക്ടറാണല്ലോ, അതുകൊണ്ട് തന്നെ അച്ഛന് ഇവന് പോലീസ് ആക്കാനാണ് ഇഷ്ടം. പക്ഷെ ദിവാകറിന് ഡിറ്റക്റ്റീവ് ആവാൻ ഇഷ്ടം. അതായത് ഇവന് ഈ പോലീസുകാരുടെ മുമ്പിൽ പോയി ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കാനൊന്നും ഇഷ്ടമല്ല. പക്ഷേ എങ്ങനെയൊക്കെയോ അച്ഛൻ ദിവാകറിനെ പോലീസുകാരനാക്കുന്നു. എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്, അന്നത്തെ കാലത്ത് ചിലപ്പോൾ PS ഒന്നും ഉണ്ടായില്ലായിരിക്കും. അപ്പോൾ ഇതറിഞ്ഞു വന്ന ഫ്രണ്ട്സും അവനെ കളിയാക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് ആവുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നടന്നിട്ട് ഇപ്പോൾ പോലീസായി, അതും ഒരു കോൺസ്റ്റബിൾ. ഈ കോളേജുകളിൽ ജൂനിയേഴ്സ് വരുമ്പോൾ സീനിയേഴ്സ് റാഗ് ചെയ്യുന്ന തൊട്ടാണ് ഒരു പുതിയ കോൺസ്റ്റബിൾ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എല്ലാ പോലീസുകാരും ഇവനെയാണ് ചായ മേടിക്കാനും ബീഡി മേടിക്കാനൊക്കെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ അവൻ ഒരു ദിവസം ചായ മേടിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു മനോഹരമായ സീനുണ്ട്. അവിടെ കാഴ്ചയില്ലാത്ത പാട്ടുപാടി ഭിക്ഷ എടുത്ത് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ഒരു പെൺകുട്ടി വന്ന് സഞ്ചിയിലേക്ക് അരി ഇട്ട് കൊടുക്കുന്ന ഒരു സീൻ. ഈ അന്തമാരാ നാട്ടിൽ എല്ലായിടത്തും പാട്ടുപാടി ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും അവരെ അറിയാം. പോലീസ് സ്റ്റേഷനിൽ വരാറുണ്ട്, പോലീസുകാർ അവർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അങ്ങനെ ദിവാർ ചായ മേടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രതിയെ പോലീസുകാർ തല്ലി. അവൻ പേടിച്ച് മൂത്രം ഒഴിച്ചു പോയി. ആ മൂത്രം വരെ ദിവാറിനെ കൊണ്ട് തുടപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. ദിവാകർ അങ്ങനെ സെന്റ് അടിച്ച് കൂട്ടുകാരോടൊപ്പം ഒരു ഉത്സവ പറമ്പിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരു നാടകം നടക്കുന്നുണ്ട്. ദിവാറിന് അതിലൊന്നും ശ്രദ്ധയില്ല. കാരണം താല്പര്യമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. പുറകെ പോലീസുകാരുടെ ടോർച്ചറും. അപ്പോൾ നമ്മൾ താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്താൽ എങ്ങനെയായിരിക്കും മാനസികാവസ്ഥ എന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും, ഞാനടക്കം. അപ്പോൾ അവർ ഈ ഉത്സവ പറമ്പിന്റെ പുറകിലാണ് ഇരിക്കുന്നത്. മുമ്പിൽ കസേരയിൽ അച്ഛനൊരു നാടകം കാണുന്നുണ്ട്. അച്ഛൻ്റെ സൈഡിൽ തന്നെ അച്ഛനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ലളിത ചേച്ചിയുടെ അടുത്തിരുന്നാണ് അച്ഛനെ നാടകം കാണുന്നത്. അത് കണ്ട് കൂട്ടുകാർ അത് കാണിച്ചു കൊടുത്ത് ഇവനെ കളിയാക്കുന്നുണ്ട്. ദിവാർ ദേഷ്യത്തിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം ദിവാകറിന് ഈ ബന്ധത്തിൽ അത്ര താല്പര്യമില്ല. അങ്ങനെ ഈ ആദ്യത്തെ മോഷണം നടന്ന സ്റ്റേഷനില്ലേ, അവിടുത്തെ ഇൻസ്പെക്ടർ പരശുറാം ദിവാകർ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടുത്തെ ഇൻസ്പെക്ടറിന്റെ പേരാണ് സഹദേവൻ. ഇവർ തമ്മിൽ പരിചയക്കാരാണ്. അപ്പോൾ ഈ മോഷണ മുതലുകൾ എങ്ങനെയും കണ്ടുപിടിക്കണമല്ലോ, അത് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചാണ് പരശുറാം ടെൻഷനായിട്ട് സഹദേവന്റെ അടുത്ത് എത്തിയേക്കണേ. അപ്പോൾ തൊണ്ടി മുതൽ കോടതിയിൽ ഹാജരാക്കാനായിട്ട് 24 ദിവസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അങ്ങനെ അത് പറഞ്ഞ് ആശ്വസിപ്പിച്ച് സഹദേവൻ പരശുരാമനെ അയക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ചേച്ചി ഓഫീസിലേക്ക് വരുന്നത്. ആ ചേച്ചിയുടെ ഭർത്താവിനെ കാണാതെ പോയിരുന്നു. അതിന്റെ കംപ്ലൈന്റ് ആ ചേച്ചി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാനായിട്ടാണ് ചേച്ചി വന്നേക്കണേ. ആ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്പെക്ടർ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദിവാകർ ഇൻസ്പെക്ടർക്കുള്ള ചായ ആയിട്ട് റൂമിലേക്ക് വരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നി ഇൻസ്പെക്ടർ ആ കേസ് ദിവാകറിനെ ഏൽപ്പിക്കുന്നു. ദിവാകറിന് ഭയങ്കര ഹാപ്പിയായി. അവൻ ആദ്യത്തെ കേസ് അവൻ ആ ചേച്ചിയെ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ടാണ് പുറത്തിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ സംക്രാന്തി ദിവസം ചേച്ചിയും ഭർത്താവും ഒരുമിച്ചാണ് ആഘോഷിച്ചത്. നമ്മുടെ നസീം സംക്രാന്തിയുടെ സംക്രാന്തിയല്ല, ഇത് സംക്രാന്തിയുടെ ആഘോഷമാണ്. അങ്ങനെ ആ ആഘോഷത്തിന്റെ പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ജോലിക്ക് പോയതാണ്. പക്ഷെ പിന്നെ തിരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ ദിവാകർ ആ കേസിനെ കുറിച്ചൊരു അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ പിന്നീട് ഭർത്താവിന്റെ മൃതശരീരമാണ് കണ്ടുകിട്ടുന്നത്. ശരീരത്തിൽ മുറിവുകളുണ്ട്, മുറിവുകൾ പുഴുക്കളുമുണ്ട്. ചേച്ചി ആ ബോഡി കണ്ടിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഡോക്ടർ ആ ബോഡി പരിശോധിച്ചതിന് ശേഷം എന്തൊക്കെയോ മെഡിക്കൽ റിപ്പോർട്ടുകൾ ദിവാറിന് കൊടുക്കുന്നുണ്ട്. ദിവാകർ അതെല്ലാം നല്ലോണം പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് ലൈബ്രറിയിലും പോയിട്ട് എന്തൊക്കെയോ അന്വേഷിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി അവൻ ആ കേസ് കണ്ടുപിടിച്ചു. അപ്പം ഇനി അത് ഇൻസ്പെക്ടറോട് പറയണം. അങ്ങനെ പോലീസ് സ്റ്റേഷൻ കാണിക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സേഡ്ജി വരുവാണ്. സേഡ്ജി സ്റ്റേഷനിലേക്ക് കയറാൻ തുടങ്ങിയതും ഒരു പൂച്ച പെട്ടെന്ന് സേഡ്ജിയുടെ വണ്ടികൾ ഓടി പോകുന്നു. സേഡ്ജി അത് കണ്ട് അസ്വസ്ഥനാവുന്നുണ്ട്. നേരെ സ്റ്റേഷന്റെ അകത്തേട്ട് കാല് വെച്ചതും ഭിത്തിയിലിരുന്നൊരു പല്ല് ചലിച്ചു. അത് കേട്ടതും സേഡ്ജിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. അപ്പോഴാണ് ഭിത്തിയിലിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ സേഡ്ജി കാണുന്നത്. അത് കണ്ട് സേഡ്ജിക്ക് അല്പം ആശ്വാസമാവുന്നുണ്ട്. ആ ഫോട്ടോ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചതും ആ ഫോട്ടോയിൽ ഒരു മാല തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അതൊരു സൈഡിൽ നിന്ന് താഴേട്ട് വീണു പോകുന്നു. അത് കണ്ട് സേഡ്ജി ഇന്നത്തെ ദിവസം ആകെ മോശമാണെന്ന് പറയുന്നുണ്ട്. കാരണം സേഡ്ജി ഭയങ്കര വിശ്വാസിയാണ്.
വിശ്വാസിയിലുപരി അന്ധവിശ്വാസിയാണ്. ഈ നിമിത്തം ശകുനം അതിലൊക്കെ സേഠ്ജിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ സേഠ്ജി എന്തിനാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സേഠ്ജി അവിടെ എവിടെ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൽ കുറച്ച് നിയമപരമായ കുരുക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്ത് ആ സ്ഥലം സേഠ്ജിക്ക് ചുളുവിന് വേണം. അതിനെ നിയമപരമായിട്ട് സഹായിക്കാനായിട്ട് ഇൻസ്പെക്ടർക്ക് കൈക്കൂലി കൊടുക്കാനായിട്ടാണ് സേഠ്ജി വന്നിരിക്കുന്നത്. ഇൻസ്പെക്ടർ സേഠ്ജിയുടെ സൈഡ് തന്നെയാണ്. ഇൻസ്പെക്ടർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സേഠ്ജി ഇൻസ്പെക്ടറെ കണ്ട് പൈസ കൊടുത്തിട്ട് പോകുന്നു. അപ്പോഴാണ് ദിവാകർ ആ കേസ് തെളിയിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. ഒപ്പം ആ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിനെ കണ്ടപ്പോൾ കേസിൻ്റെ തുമ്പ് കിട്ടിയെന്ന് ഇൻസ്പെക്ടർ ദിവാകറിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിവാകർ തുമ്പല്ല കൊലപാതകം തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ കയ്യിൽ വിലം കാണിക്കുന്നു. ആ ചേച്ചിയും ചേച്ചിയുടെ കള്ളക്കാമകനും ചേർന്നാണ് ഭർത്താവിനെ കൊന്നത്. അതെങ്ങനെയാണ് ദിവാകറിന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡിയിൽ പുഴുക്കളുണ്ടായെന്ന് പറഞ്ഞല്ലോ, അതിന് പറയുന്ന പേരാണ് മഗറ്റ്സ്. ഈ മഗറ്റ്സിന്റെ സൈസ് വെച്ചിട്ടാണ് ഒരു ബോഡിക്ക് എത്ര നാൾ പഴക്കമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ടെക്നോളജിയൊക്കെ മാറിയിട്ടുണ്ടാവാം, ഇത് പഴയ കാലത്താണ്. അപ്പോൾ ആ മഗറ്റ്സിന്റെ സൈസ് വെച്ചിട്ട് ആ ബോഡിക്ക് 30 ദിവസത്തെ പഴക്കമുണ്ട്. ചേച്ചി പറഞ്ഞിരിക്കുന്നത് സംക്രാന്തി ചേച്ചിയും ഭർത്താവും കൂടെ ഒരുമിച്ച് ആഘോഷിച്ചു എന്നാണ്. എന്നാൽ സംക്രാന്തി 15 ദിവസം മുമ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ 30 ദിവസം മുമ്പ് മരിച്ച ആള് 15 ദിവസം മുമ്പ് എങ്ങനെയാണ് ചേച്ചിയുടെ ഒപ്പം സംക്രാന്തി ആഘോഷിക്കണത്? ചേച്ചി പെട്ടു. ചേച്ചിയുടെ കള്ളക്കാമ്പുവിനെയും ദിവാകർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ചേച്ചീനെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ കേസ് തെളിയിച്ചതിന് അവനെല്ലാവരും കൈയടിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. ഇതറിഞ്ഞ അച്ഛൻ നാട് മുഴുവൻ സീറ്റ്സ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. ഇനി ആദ്യത്തെ സ്റ്റേഷനിൽ മോഷണം നടന്നില്ലേ, അതേപോലെ തന്നെ ഇപ്പോൾ രണ്ടാമതൊരു സ്റ്റേഷനിൽ മോഷണം നടന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഇൻസ്പെക്ടറും പരശുരാമും സഹദേവനും ഒരുമിച്ചിരുന്നവരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരശുരാമാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. കാരണം ഇത് മുകളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പണി പോകും. അപ്പോൾ ഈ കേസ് ഇവർക്ക് നേരിട്ട് അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബുദ്ധിമാനായ ഏതെങ്കിലും പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ച് അന്വേഷിപ്പിക്കാമെന്നാണ് പരശുരാം പറയണത്. അത് പറഞ്ഞപ്പോഴാണ് സഹദേവന് നമ്മുടെ ദിവാകരനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അവനിപ്പോൾ ഒരു കേസ് തെളിയിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ഈ കേസ് അവർ ദിവാകരനെ ഏൽപ്പിക്കുകയാണ്. ദിവാകർ സന്തോഷത്തോടെ ഏൽക്കുന്നുണ്ട്. പക്ഷേ 3 കണ്ടീഷൻ ഉണ്ട് അവന്. 1, അവന് തോന്നുമ്പോൾ അവൻ സ്റ്റേഷനിൽ വരും, തോന്നുമ്പോൾ അവൻ പോകും. 2, അവനൊരു ജാവ ബൈക്ക് വേണം, നമ്മുടെ പഴയ ജാവ ബൈക്ക്. 3, ഇൻസ്പെക്ടർ ഇവനെക്കുറിച്ച് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. അതായത് ഇവൻ ഈ ജോലിക്ക് ഫിറ്റ് അല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇവനെ ജോലിയിൽ നിന്ന് പുറത്താക്കണം. സാധാരണ എല്ലാവരും പ്രൊമോഷൻ വേണമെന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഇവന് ഈ ജോലിക്ക് താല്പര്യമില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തു പോകാനാണ് ഇവൻ നോക്കണത്. ഇവനായിട്ട് റീസൺ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ കുടുംബത്ത് കയറ്റില്ല. അപ്പോൾ ഇതാകുമ്പോൾ സേഫ് ആണല്ലോ. ഡിപ്പാർട്ട്മെൻറ്റ് അവനെ പിരിച്ചുവിട്ടാണ്. അങ്ങനെ അത് ഇൻസ്പെക്ടർമാർ സമ്മതിക്കണു. അങ്ങനെ അവൻ ആ കേസ് കേൾക്കുന്നു. ആ കേസ് കേട്ടിട്ടാൻ പോണ വഴിക്ക് നേരെ പറമ്പിക്കട പോയപ്പോൾ ഒരു കുഴിയിൽ ചെന്ന് വീഴുന്നുണ്ട്. ആ കുഴിയിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ നായിക അവിടെ ഇരിക്കുന്നുണ്ട്. നായികയാണ് അവനെ രക്ഷിച്ചത്. പക്ഷേ ഈ കുഴിയിൽ വീഴുന്ന സീനൊക്കെ ആദ്യമാണ്. ഞാനത് പറയാത്തത്. അതെല്ലാം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് ഈ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ടാണ്. നായികയുടെ പേരാണ് കുസുമ. അങ്ങനെ അടുത്ത ദിവസം മുതൽ ദിവാകർ കേസ് അന്വേഷിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ദിവാകരനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സഹദേവൻ ഒരു കോൺസ്റ്റബിളിനും കൊടുക്കുന്നുണ്ട്, കോൺസ്റ്റബിൾ ഖുറേഷി. ശരിക്കും ദിവാകരനൊന്ന് വാച്ച് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് സഹദേവൻ അയാളൊക്കെ വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ ദിവാകർ നേരെ സ്റ്റേഷനിലെത്തി ഖുറേഷിനോട് എനിക്ക് വരയ്ക്കാനായിട്ടൊരു ചോക്ക് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ പാട്ടുപാടി ഭിക്ഷ എടുക്കുന്ന അന്തന്മാരിലെ അവർ സ്റ്റേഷനിലേക്ക് ഭിക്ഷ എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ദിവാകർ നേരെ പുറത്തേട്ട് നിന്നിട്ട് അവരുടെ കയ്യിലൊരു തട്ടമുണ്ട്. ആ തട്ടത്തിലൊരു ധൂപമുണ്ട്. ആ ധൂപത്തിൽ നിന്ന് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കും, നല്ല മണമുള്ള പുക. അതുകൊണ്ടാണ് അവരെല്ലായിടത്തും കയറി ഇറങ്ങുന്നത്. ദിവാകർ പൈസ ഇട്ടിട്ട് ഒരു ക്യാരറ്റ് കടിച്ച് തിന്നുന്നുണ്ട്. ഈ ക്യാരറ്റ് തിന്നുന്നത് ബുദ്ധി വളർച്ചയ്ക്ക് നല്ലതെന്നാണ് ദിവാകർ പറയുന്നത്. അപ്പോൾ ദിവാകർ ഈ ക്യാരറ്റ് കടിച്ചു തിന്ന ശബ്ദം വെച്ചിട്ട് ഇവരത് ദിവാകറാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അതായത് ഈ കാഴ്ചയില്ലാത്തവർക്ക് കേൾവി ശക്തി ഭയങ്കരമായിട്ട് കൂടുമല്ലോ. അത് കണ്ടിട്ട് ദിവാകർ ജീനിയസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തട്ടത്തിൽ ഇത് ധൂപം പുകയ്ക്കാനായിട്ട് കരിയാണ് ഉപയോഗിക്കുന്നത്. ആ കരി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് നേരെ ഖുറേഷിനെയും കൊണ്ട് സ്റ്റേഷൻ്റെ പുറത്ത് നിന്നിട്ട് ഭിത്തിയിൽ ആ താലൂക്കിൻ്റെ ഒരു പടം വരച്ചിട്ട് നമുക്ക് ഹേമഗിരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് ഖുറേഷിനെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് ദിവാകർ അവിടെയുള്ള പോലീസുകാരോടെല്ലാം അന്വേഷിക്കുന്നുണ്ട്, ആ ലോക്കറൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം അവനൊരു കൺക്ലൂഷനിൽ എത്തുന്നു. അതായത് ഇത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഏതോ ഒരു കള്ളം ചെയ്തതാണ്. അത് കേട്ടപ്പോൾ ഖുറേഷി ഒരാളുടെ പേര് പറയുന്നു, ഗൂബേരാമ. അവൻ്റെ പേര് പോലെ തന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവനിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ പക്ഷിസേവ, പല്ലിസേവ, അങ്ങനെ പലതരം സേവകളാണ്. അതായത് നമ്മൾ എന്തെങ്കിലും പറയുന്നതിൻ്റെ ഇടയ്ക്ക് പല്ലി കളിച്ച് പറയില്ല, സത്യം എന്ന് പറയില്ല. അപ്പം നല്ല ശവനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവൻ വേണമെങ്കിൽ പല്ലീനെ വിട്ടുകൊടുക്കും. ഇനി ചീത്ത ശവനം വേണമെന്നുണ്ടെങ്കിൽ ഈ മൂങ്ങേനൊക്കെ കാണുന്നത് ചീത്ത ശവനാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ മൂങ്ങ ഇവനുണ്ട്. അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് ഇവൻ ഈ മൂങ്ങയും വിട്ടുകൊടുക്കും. അപ്പോൾ ആർക്കാണ് ഈ ചീത്ത ശവനം കാണുന്നതാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നതെങ്കിൽ, ഈ വാടകയ്ക്ക് വീടൊക്കെ എടുത്തിട്ട് ഒഴിഞ്ഞു പോകാതിരിക്കില്ലേ, അവരെ ഒഴിപ്പിക്കാനായിട്ട് അതിൻ്റെ ഓണർമാർ വന്ന് ഇവനെ കാണും. അപ്പോൾ ഇവൻ ഈ മൂങ്ങേനെ വിട്ടുകൊടുക്കും. അങ്ങനെ സ്ഥിരമായിട്ട് വീടുകളിലേക്ക് മൂങ്ങ വരുന്നത് കാണുമ്പോൾ അപശകനാണെന്ന് കരുതിയിട്ട് ഇവർ വീട് ഒഴിഞ്ഞു പോകും. ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവൻ ചെയ്യുന്നത്. അവനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദിവാകരന് മനസ്സിലായി അവനല്ല ഈ മോഷണം ചെയ്തെന്നുള്ളത്. കാരണം ഇപ്പം അതിലും കൂടുതൽ പൈസയും അതുപോലെ സേഫായ ഒരു പരിപാടിയാണ് അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനോട് നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ മരംകുത്തി എന്ന് പറഞ്ഞ ഒരു റിട്ടയർഡ് കള്ളൻ ഇപ്പോൾ ജയിലിൽ നിന്ന് റിലീസ് ആയിട്ടുണ്ട്, അവനായിരിക്കാമെന്ന് പറയുന്നു. കാരണം അവൻ റിട്ടയർഡ് ആയെങ്കിലും ചിലപ്പോൾ ആർക്കെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുക്കാൻ ചാൻസ് ഉണ്ട്.
അങ്ങനെ ദിവാറും ഖുറേഷിയും കൂടെ മരംകൊത്തിന് ചെന്ന് കാണുന്നു. പക്ഷേ മരംകൊത്തിനും ചോദ്യം ചെയ്യലെന്ന് മനസ്സിലാക്കുന്നു, അവനും അല്ല എന്ന്. അപ്പോൾ അവനോട് നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ സഗിണി പിൻഡോ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറയുന്നു. സഗിണി എന്ന് പറഞ്ഞാൽ ചാണകം. ചാണകത്തിൽ നിന്നും വിഭൂതി ഉണ്ടാക്കി വിൽക്കുന്നതാണ് അവൻ്റെ പണി. അതായത് ഒരു പൂജ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് അവൻ നടത്തുന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ അവൻ എന്തോ ഒരു വെളുത്ത പൊടി വിൽക്കുന്നുണ്ട്. അതെന്തോ ഇല്ലീഗലായിട്ടുള്ളൊരു പൊടിയാണ്, അതവൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പിൻ്റെ ഒറ്റത്തടിയാണ്. അതേപോലെ അവന് ഉറക്കമില്ല രാത്രിയിൽ. ഇൻസോംനിയ എന്ന് പറഞ്ഞ അസുഖമുണ്ട്. സഗിണി പിന്നെ ശരിക്കും മോഷ്ടിക്കും. പക്ഷേ അവൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ മോഷ്ടിച്ച സാധനം കുറച്ച് കഴിയുമ്പോൾ ഓണറിന് തന്നെ അവൻ തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് അവൻ്റെ പേരിൽ കേസൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു വെറൈറ്റി കള്ളനാണ് സഗിണി പിൻ്റെ. അപ്പോൾ അവനും അല്ല ഈ മോഷണം നടത്തിയെന്ന് ദിവാറിന് മനസ്സിലായി. പക്ഷെ അവൻ്റെ അച്ഛൻ പറയുന്നത് നീ ആരും അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കരുത്, അത് സ്വന്തം അച്ഛനാണെങ്കിൽ കൂടി എല്ലാവരുടെയും പുറത്ത് ഒന്നോടെ ഒരു കണ്ണു വയ്ക്കുന്നത് നല്ലതാണെന്ന്. അങ്ങനെ അവൻ ഒരു ദിവസം രാത്രിയിൽ പിൻഡോയെയും ഖുറേഷിനെയും ഒരു ഏപ്പടം കാണാൻ വിട്ടിട്ട് ഇവൻ നേരെ ഒറ്റയ്ക്ക് പിൻഡോയുടെ റൂമിലെത്തി പരിശോധിക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ടാണ്. പക്ഷേ ദിവാറിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കണ്ടു കിട്ടുന്നില്ല. അങ്ങനെ അവിടെ നിന്നൊന്നും കിട്ടാണ്ട് നിരാശനായി ദിവാകർ രാത്രി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു ഇരുട്ട് കൂടി ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ആരോ അതിൽ നടന്നു പോകുന്ന പോലെ ദിവാറും തോന്നുന്നു. അവൻ വണ്ടി നിർത്തി അവിടെയൊക്കെ പരിശോധിച്ചെങ്കിൽ ആരെ കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു വലിയ മരം സൈഡിൽ നിൽക്കുന്നുണ്ട്. അതിലാണെങ്കിൽ കുറേ മണികളൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അവൻ നേരെ അങ്ങോട്ട് ചെല്ലുന്നു. അതിൻ്റെ താഴെ തറയിലായിട്ട് പൊടി കൊണ്ട് കളങ്ങൾ പോലെ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. അവൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവനൊരു സംശയത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ 2 പ്രണയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ദിവാറിൻ്റെ അച്ഛൻ അണ്ണപ്പയുടെയും ലളിത ചേച്ചിയുടെയും, 2 നമ്മുടെ നായകൻ്റെ നായികയുടെയും. കുസുമയ്ക്ക് വാറ്റിയാരായി ഉണ്ടാക്കലാണ് പണി. അവൾക്കൊരു സഹായമുണ്ട്. ആ സഹായമാണ് കസ്റ്റമർക്കെല്ലാം ഇതുകൊണ്ട് കൊടുക്കുന്നത്. ദിവാർ ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. പിന്നെ അവൾക്കൊരു ഹോബി ഉണ്ട്. ഈ കവടിയില്ലേ, കവടി വെച്ചിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യില്ല തുണിയിൽ, അത് അവൾ ചെയ്യുന്നുണ്ട്. അവൻ ആ കവടിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ദിവാറിന് ഇപ്പോൾ അവളോട് മുടിഞ്ഞ പ്രേമാണ്. ആരെ കണ്ടാലും അവളായിട്ടാണ് അവന് തോന്നുന്നത്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വനിതാ കോൺസ്റ്റബിൾ അവളായിട്ട് തോന്നുന്നു. റോഡ് സൈഡിൽ പച്ചക്കറി വിളിക്കാരൊക്കെയാണ് ചേച്ചിനെ കണ്ടാലും അവളായിട്ട് തോന്നുന്നു. എന്തിന് ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് അമ്മാവ എന്ന് വിളിച്ചുകൊണ്ട് അവൾ വരണമായിട്ട് വരെ അവന് തോന്നുന്നുണ്ട്. പക്ഷെ അത് അവൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെ പ്രണയത്തിൽ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ നായകൻ ദിവാകർ. ഇവിടെ നല്ലൊരു അടിപൊളി റൊമാൻറ്റിക് സോങ് ഉണ്ട് കേട്ടോ. അജനീഷ് ലോകനാഥാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. പാട്ടൊന്ന് കേട്ടു വെക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സുനിൽ ബാങ്ക് കവർച്ച ചെയ്ത് കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തു എന്ന് ദിവാകർ ടി വിയിൽ ന്യൂസിൽ കാണുന്നു. അവൻ പെട്ടെന്ന് തന്നെ സുനിലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മുമ്പ് 2 സ്റ്റേഷനിൽ നടന്ന മോഷണത്തെക്കുറിച്ച് സുനിലിനോട് പറയുന്നു. സുനിൽ ആ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് രഹസ്യമാണല്ലോ, രഹസ്യമായിട്ടാണല്ലോ ദിവാകർ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതറിഞ്ഞ് സുനിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ തന്നെ അവിടെ കാവലിരുന്നോളാം എന്ന് പറയുന്നുണ്ട്. ദിവാകറും അവൻ്റെ കൂടെ ഇരിക്കാന്ന് പറയുന്നു. അങ്ങനെ അവർ 2 പേരാണ് അന്ന് അവിടെ കാവലിരിക്കാൻ പോകുന്നത്. എന്നിട്ട് സ്റ്റേഷനിലേക്ക് എന്നിട്ട് പോലീസുകാരോടെല്ലാം അലർട്ടായിട്ടിരിക്കണം. നിങ്ങൾ ആരും ഓഫീസിൻ്റെ അകത്തേക്ക് വരരുത്. ആരിവിടെ വന്നാലും ഓഫീസിന് പുറത്ത് വെച്ച് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോളം പറയുന്നുണ്ട്. അത് പരാതിക്കായാലും എന്തിനു വന്നാലും. അങ്ങനെ അന്ന് രാത്രി അവർ 2 പേരെ ഓഫീസിൽ കാവലിരിക്കുകയാണ്. സിഗരറ്റ് വലിച്ച് ചായയും കുടിച്ച് ചീട്ടൊക്കെ കളിച്ചാണ് അവർ ഇരിക്കുന്നത്, ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് രാത്രി അങ്ങോട്ടൊന്നും ആരെയും പോലീസുകാർ ഓഫീസിൻ്റെ അകത്തേട്ട് വിടുന്നില്ല. പരാതി പറയാൻ വന്നവരെയും സെക്കൻഡ് ഷോ സിനിമ കാണാൻ ദിവാകരനെ വിളിക്കാനായിട്ട് കൂട്ടുകാർ വന്നിരുന്നു. അവരെയും ഇൻസ്പെക്ടർ കാട്ടുതേൻ ചോദിച്ചിരുന്നു. അത് തരാൻ വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ മരംകുത്തി അങ്ങോട്ട് വന്നു. അവനെയും പോലീസുകാർ അകത്തേട്ട് വിടുന്നില്ല. അങ്ങനെ നേരം വെളുക്കുന്നു. സുനിൽ ആശ്വാസത്തോടെ ചെന്ന് ലോക്കർ തുറന്നു നോക്കിയപ്പോൾ ദിവാകറും സുനിലും ഒരേപോലെ ഞെട്ടുന്നു. അതിൻ്റെ അകത്ത് ആ തൊണ്ടി മുതലില്ല. അത് ആരോ അടിച്ചുകൊണ്ട് പോയി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർ വണ്ടർ അടിക്കുന്നുണ്ട്. അതിനുശേഷം ദിവാറിന്റെ വീട്ടിലെത്തി സുനിൽ ആകെ ടെൻഷനിലിരിക്കുകയാണ്. കാരണം അവർ 2 പേരും ഉറക്കളച്ച് കാവലിരുന്നാണ്. എന്നിട്ടും ഇതിന്റെ ഇടയിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ട് അവർക്ക് പിടി കിട്ടുന്നില്ല. ദിവാറിന്റെ അച്ഛൻ അണ്ണപ്പയാണെങ്കിൽ ദിവാറിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല, നീ മര്യാദയ്ക്ക് അന്വേഷിക്കണം, കുറച്ചുകൂടെ സീരിയസ് ആവണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ സുനിൽ പറയുന്നത് എന്തോ കൺകെട്ട് നടന്നിട്ടുണ്ട്, എന്തോ മായാജാലം. അതിന് നല്ലത് ഒരു മന്ത്രവാദി എന്ന് പറഞ്ഞിട്ട് മോഡി നഞ്ചപ്പ എന്ന് പറഞ്ഞ ഒരു മന്ത്രവാദിനെ സുനിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താണ് ഒരു പൂജ ചെയ്യാനായിട്ട്. പക്ഷെ ദിവാറിന് ഇതിലൊന്നും വിശ്വാസമില്ല. അവൻ ശാസ്ത്രീയമായി തെളിയിക്കാൻ നടക്കുവാനുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയ മോഡി നഞ്ചപ്പ അവനോട് അവിശ്വസിക്കേണ്ട, ഇത് ഭൂതവും പ്രേതമൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, മനുഷ്യർ തന്നെയാണ്. എന്നിട്ട് അവനൊരു ക്ലൂവും കൊടുക്കുന്നുണ്ട്. സുന്ദരമായ വസ്ത്രത്തിലുള്ള സ്ത്രീ, സ്വപ്നം കാണാൻ കഴിയാത്ത കണ്ണുകൾ, മന്ത്രശക്തിയുള്ള തന്ത്രി, അവനും മേലെയുള്ള മന്ത്രി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ക്ലൂ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയില്ലേ? സുന്ദരമായ വസ്ത്രത്തിലുള്ള സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ ഇതേ ഡൗട്ട് കുസുമത്തിനും തോന്നി. കുസുമ ഈ കാര്യം അറിഞ്ഞപ്പോൾ ദിവാകരനോട് ചുമ്മാ പരിഭവപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് നീ എന്നെ അറസ്റ്റ് ചെയ്തോ, ഞാനാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ്. പക്ഷേ ദിവാകർ അത് അവളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അവനങ്ങനെ സംശയമൊന്നുമില്ല അവളെ. ദിവാകറും കുസുമോ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ആ മണി കെട്ടി തൂക്കിയിരുന്ന വലിയ മരമില്ലേ, അതിൻ്റെ താഴെ ഇരുന്നാണ്. ഇത് ഇൻസ്പെക്ടർ സഹദേവൻ കണ്ടു. അവൻ ആകെ കലിപ്പിലാണ്. അങ്ങനെ സ്റ്റേഷനിൽ വെച്ച് അവൻ ദിവാകരനെ നല്ലോണം ചീത്ത പറയുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആയതുകൊണ്ട് ദിവാകരൻ അത് നല്ല ഇൻസൾട്ടായി. അവനങ്ങനെ ദേഷ്യത്തിൽ അവൻ്റെ കൂട്ടുകാരൻ ഗുരുവാദൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഗുരുവാദൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ദിവാർ ദേഷ്യത്തിൽ ആ ഇൻസ്പെക്ടർക്ക് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഗുരുവാദനെ ഏൽക്കുന്നുണ്ട്. നീ കേസിൻ്റെ കാര്യം നോക്കിയോ, ഈ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ദിവാകർ അവിടെ നിന്ന് നേരെ പോകുന്നത് പിൻഡോയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് അവൻ നല്ലോണം മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ അവനും ആകെ ടെൻഷനിലാണ്. കാരണം അവനും സുനിലും അത്ര ശ്രദ്ധിച്ചിരുന്നിട്ടും ആരാണത് അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ പിൻഡോ 1-2 കൺകെട്ട് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു കലണ്ടർ തനിയെ കത്തുന്നു. താഴെ ഉണ്ടായിരുന്ന ഒരു കലം തനിയെ നീങ്ങിപ്പോകുന്നു. അതിലെല്ലാ അത്ഭുതം
പെട്ടെന്ന് നോക്കിയപ്പോൾ ദിവാകരന്റെ മുഖം പ്രേതത്തിനെ പോലെ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതെപ്പടാ? അപ്പോൾ പിൻഡോ പറയുന്നത് ഇതെല്ലാം കൺകെട്ടാണ്. ഈ ലോകത്തിൽ ലോജിക്ക് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല, അതാണ് ശാസ്ത്രം. ഈ കേസ് നിങ്ങൾ തന്നെ തെളിയിക്കുന്നതാണ് പിൻഡോ പറയുന്നത്. അപ്പോൾ അത് കേട്ട് ദിവാകർ മോട്ടിവേറ്റ് ആവുന്നുണ്ട്. ഇനി ഇൻസ്പെക്ടർ ആയാലും ഗുരുപാദിനെ ഏറ്റു എന്ന് പറഞ്ഞല്ലോ, ഗുരുപാദിനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പരശുരാമൻ്റെ ഭാര്യയില്ലേ, പരശുരാമൻ്റെ ഭാര്യയ്ക്ക് സഹദേവൻ എഴുതിയ പോലെ ഒരു ലവ് ലെറ്ററും സഹദേവന് പരശുരാമൻ്റെ ഭാര്യ എഴുതിയ പോലെ ഒരു ലവ് ലെറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന് എറിഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താന്ന്. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു അവിഹിത ബന്ധം അങ്ങ് സ്റ്റാർട്ടാവും. അങ്ങനെ ഒരു ദിവസം കുറ്റിക്കാട്ടിൽ വെച്ച് ഇവരുടെ ഒരു കുൽസിതം ഗുരുപാദനും ദിവാകരും കാണും. ഗുരുപാദൻ്റെ കയ്യിൽ എപ്പോഴും ക്യാമറ ഉണ്ടാവും. അവൻ നൈസായിട്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ ഇവൻ നേരെ പരശുരാമന് അയച്ചു കൊടുക്കുന്നുണ്ട്. പരശുരാമൻ ഇത് കണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം ഒരു ബാറിൽ വെച്ച് പരശുരാമും സഹദേവനും തമ്മിൽ അടിയാവും. അടിയുടെ ഇടയിൽ ഇവർ രണ്ടുപേരും തോക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നുണ്ട്. പക്ഷേ ആ മൂന്നാമത്തെ ഇൻസ്പെക്ടർ ആ സമയം അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അയാൾ തടഞ്ഞതുകൊണ്ട് ആർക്കും വെടിയൊന്നും കൊണ്ടില്ല. പക്ഷേ ഈ വെടിവെക്കുന്ന സീനും ഗുരുവാദന് പുറത്തുനിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. ഈ ഫോട്ടോ ഗുരുവാദൻ നേരെ സുനിലിന് കൈ കൊടുക്കും. സുനിൽ അത് എസ്പിക്കും കൊടുക്കും. അങ്ങനെ അവർക്കൊരു പണി എന്തായാലും കിട്ടുന്ന ഉറപ്പായി. അങ്ങനെ ഒരു ദിവസം ദിവാകർ സുനിലിന്റെ സ്റ്റേഷനിലിരിക്കുകയാണ്. അപ്പോൾ ഒരു വനിതാ കോൺസ്റ്റബിൾ തറ അടിച്ചു തീർത്തുകൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരു കവടി തെറിച്ച് വന്ന് ദിവാറിന്റെ കാലിന്റെ ഒട്ടിൽ വീണു. ദിവാകർ കവടി എടുത്ത് നോക്കിയിട്ട് എന്തോ സംശയത്തിൽ നിൽക്കുന്നുണ്ട്. അവൻ എന്തോ സംഭവം കത്തി. അങ്ങനെ അവൻ മോഷണം നടന്ന സ്റ്റേഷനുകളിൽ അന്വേഷിച്ചപ്പോൾ അന്ന് രാത്രി കോമൺ ആയിട്ട് ആരാണ് വന്നതെന്ന് നോക്കിയപ്പോൾ അത് ആ പാട്ട് പാടി ഭിക്ഷ എടുക്കുന്ന അന്തന്മാരാണ്. അങ്ങനെ അവരെ സംശയിക്കുന്ന ദിവാകർ അവരെ കുറേ ദിവസം ഫോളോ ചെയ്തു. പക്ഷേ അവന് സംശയിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പകലാരാണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ദിവാകർ നോക്കിയപ്പോൾ 3 സ്റ്റേഷനിലും ഒരു പെൺകുട്ടി ചെന്നിട്ടുണ്ട്. അവളൊരു കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് ചെന്നാണ്. 3 സ്റ്റേഷനിലും ചെന്നവനെ പരാതി നോക്കുന്നുണ്ട്. പരാതിയിലെ പേരുകൾ വ്യത്യസ്തമായിരുന്നു, പക്ഷെ പരാതിയും അതിലെ കയ്യക്ഷരം ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് അവളുടെ മുഖം അത്ര ഓർമ്മയില്ല. അപ്പോഴാണ് ദിവാകർ ഓർമ്മ വരുന്നത്, ആദ്യത്തെ മോഷണം നടന്ന സ്റ്റേഷനിലെ അന്ന് ഒരു പത്രസമ്മേളനം അവിടെ നടന്നിരുന്നു. ഫസ്റ്റ് സീൻ ഓർക്കുന്നില്ലേ? അപ്പം അന്ന് എന്തായാലും പത്രക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അതിലെങ്ങാനും പെട്ടിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ദിവാകർ നേരെ ആ ഫോട്ടോ എല്ലാം വീണ്ടും പ്രിന്റ് എടുത്തെന്ന് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളുടെ പുറകുവശമാണുള്ളത്. എന്നാൽ ആ പെൺകുട്ടി മുടി കെട്ടിയിരിക്കുന്ന സ്റ്റൈല് കണ്ടിട്ട് ദിവാറിന് മനസ്സിലായി അത് കുസുമയാണെന്ന്. അവൻ പിന്നീട് കുസുമ ഇല്ലാത്ത ഒരു ദിവസം അവളുടെ വീട്ടിൽ കയറി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വീടിനകത്തു നിന്നും കുസുമ എഴുതി എന്തോ ഒരു പേപ്പർ അവന് കിട്ടുന്നുണ്ട്. ആ പേപ്പറും ഈ പരാതിയും കൂടെ വെച്ച് നോക്കിയപ്പോൾ രണ്ടുപേരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നാണ്. അങ്ങനെ ദിവാകർ ആകെ ദേഷ്യത്തിലാവുന്നുണ്ട്. അവൾ തേച്ചു. അങ്ങനെ രാത്രിയിൽ ദിവാകറും ഗുരുവാദനും ഒരു ബാറിലിരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവാകർ ആകെ ദേഷ്യത്തിലാണ്. അങ്ങനെ അവൻ ദേഷ്യത്തിൽ മേശപ്പുറത്തേക്ക് ഇടിച്ചപ്പോൾ മേശപ്പുറത്ത് ഇരുന്ന മദ്യം നേരെ ഗുരുവാദന്റെ മേത്തേട്ട് മറിഞ്ഞു വീഴുന്നു. അതുകൊണ്ട് ദിവാകർ പെട്ടെന്ന് അവൻ്റെ വെള്ള തുവാലെടുത്ത് തുടയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. ഗുരുവാദൻ ആ തുവാല മേടിച്ച് തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിൽ ആ കവിടി തുന്നി വെച്ചിരിക്കുന്നത് ദിവാകർ കാണുന്നത്. അപ്പോഴാണ് അവൻ ഓർമ്മ വരുന്നത് ആ തുവാല അവന് കുസുമ കൊടുത്താണ്. അങ്ങനെ അവൻ എന്തോ മനസ്സിലായിട്ട് അവൻ ഗൂഢമായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഈ അന്തന്മാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കുസുമ നേരെ അങ്ങോട്ടേക്ക് ഭക്ഷണമായിട്ട് ചെല്ലുവാണ്. എന്നാൽ അതിൻ്റെ അകത്ത് കുസുമത്തിനെ കാത്തിരുന്നത് ദിവാകറായിരുന്നു. ദിവാകർ അങ്ങനെ കുസുമത്തിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ കുസുമ അങ്ങനെ പേടിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. കുസുമ പറയുന്നത് ഞാനാണ് ആ മോഷണങ്ങൾ നടത്തിയെന്നാണ് നീ പറയുന്നതെങ്കിൽ തെളിവുമായിട്ട് വാ, ഞാൻ തന്നെ ഒന്ന് കീഴടങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവനെ വെല്ലുവിളിച്ചിട്ട് അവൾ ധൈര്യമായിട്ട് പുറത്തേട്ട് ഇറങ്ങി പോകുന്നു. ദിവാകർ അങ്ങനെ ചമ്മി വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അണ്ണപ്പ് പറയുന്നുണ്ട് നിയമപരമായിട്ട് അവൾ പറഞ്ഞ് ശരിയാണ്, കാരണം തെളിവില്ലാണ്ട് നിനക്ക് അവളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നേരെ കോടതിയിൽ ചെന്നാലും നിലനിൽക്കില്ല. അപ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു. അത് തനിയെ എരിഞ്ഞെരിഞ്ഞ് നേരെ കയ്യിൽ കൊണ്ട് പൊള്ളിയപ്പോൾ അച്ഛനത് പെട്ടെന്ന് കുടഞ്ഞ് താഴെയിട്ടിടുന്നു. അന്ന് സുനിലും ദിവാകറും രാത്രി കാവലിരുന്നപ്പോൾ ഇവരും സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇവരുടെ രണ്ടുപേരുടെ കയ്യിലും ഇതേപോലെ സിഗരറ്റ് കൊണ്ട് പൊള്ളിയിരുന്നു. അപ്പോൾ രണ്ടുപേർക്ക് എങ്ങനെയാണ് ഒരേപോലെ അങ്ങനെ സംഭവിക്കുക? അപ്പോൾ അതേക്കുറിച്ച് ദിവാകർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ദിവാകർ ആണെങ്കിൽ ഒരു സിഗരറ്റ് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് വലിക്കാറില്ല. അവൻ അങ്ങനെ വെറുതെ ഒരു സിഗരറ്റ് കത്തിച്ച് വെച്ചിട്ട് അത് തനിയെ കത്തിത്തീരാൻ എത്ര നേരം എടുക്കുമെന്ന് നോക്കിയപ്പോൾ 8 മിനിറ്റാണ്. അപ്പോൾ 8 മിനിറ്റ് ഇവരുടെ ബോധം എങ്ങനെയോ പോയിട്ടുണ്ട്. അപ്പോൾ ദിവാകർ അന്ന് അവരെന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയോ അവരുടെ ഉള്ളിൽ ബോധം പോകാനുള്ള മരുന്നോ എന്തോ ചെന്നിട്ടുണ്ട്. അങ്ങനെ ദിവാകർ ഈ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം വായിച്ചതിന് ശേഷം അവൻ എന്തോ മനസ്സിലായി. എന്നിട്ട് അവൻ അത് പൗഡർ രൂപത്തിലായിരുന്നല്ലേ എന്ന് സ്വയം പറയുന്നുണ്ട്. അപ്പോഴാണ് ദിവാകറിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അന്ന് പിൻഡോടെ അടുത്ത് വരുന്ന വെള്ളം അടിച്ചില്ലേ, അപ്പോൾ പിൻഡർ 1-2 കൺകെട്ട് കാണിച്ചല്ലോ, അതിൽ ദിവാറിൻ്റെ മുഖത്ത് ഇതുപോലെ പൊടിയൊക്കെ വെതിറിയിട്ട് പ്രേതത്തിനെ പോലെ മേക്കപ്പ് ചെയ്യിച്ചിരുന്നില്ലേ, ആ കാര്യം. ദിവാർ നേരെ പിൻഡോനെ അറസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവനെ ഷോക്ക് അടിപ്പിച്ചിട്ടൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. അവസാനം സഹി കേട്ട് പിൻഡോ സത്യം പറയുന്നു. പക്ഷെ എന്താണ് പിൻഡോ പറഞ്ഞതെന്ന് നമുക്കിപ്പോൾ കേൾപ്പിച്ചു തരുന്നില്ല. അവിടെ നിന്ന് കാണിക്കുന്നത് ദിവാകറിൻ്റെ അച്ഛൻ അണ്ണപ്പയും ഗേൾഫ്രണ്ട് ലളിത ചേച്ചിയും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദിവാകർ അങ്ങോട്ടേക്ക് സന്തോഷത്തോടെ സ്വീറ്റ്സ് ആയിട്ട് വരുന്നു. അപ്പോൾ ദിവാർ വന്നെ കണ്ട അച്ഛൻ അണ്ണപ്പ അപ്പം തന്നെ ലളിത ചേച്ചിയോട് പൊക്കോളം പറയുന്നുണ്ട്. ലളിത ചേച്ചി അങ്ങനെ പോകുന്നു. ദിവാകർ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവാകർ ആ കേസ് സോൾവ് ചെയ്തു.
അത് അച്ഛനോട് പറയാനായിട്ടാണ് സ്വീറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഈ മോഷണങ്ങൾ എങ്ങനെ നടന്നതെന്ന് റിവീൽ ആവുകയാണ്. ഈ മോഷണങ്ങളെല്ലാം നടത്തിയത് ആ അന്തന്മാരെ വെച്ചിട്ടായിരുന്നു. അത് ചെയ്തത് കുസുമയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അന്തന്മാരുടെ കയ്യിൽ ഒരു തട്ടമുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ തട്ടത്തിൽ ധൂപമുണ്ട്. ആ ധൂപം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. ഇതിൽ ഒരു മയക്കുമരുന്ന് പൊടിയിടുന്നുണ്ട്. കൊളംബൻ രാജ്യത്ത് കാണുന്ന ഡെറ്റൂര എന്ന് പറഞ്ഞ ഒരു ചെടിയിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത്. അത് പൊടി രൂപത്തിൽ വിൽക്കുന്നതാണ് പിൻഡോയുടെ പണി. അതാണ് പിൻഡോ അവൻ്റെ കടയുടെ മറവിൽ എന്തൊരു വെളുത്ത പൊടി വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അവൻ കൊടുക്കുന്ന ശരിക്കും ഈ മന്ത്രവാദികൾക്കൊക്കെയാണ്, അവർക്ക് എന്തെങ്കിലും ലൊട്ടിലോട്ട് കൂടായ്പ പരിപാടികൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ അന്തന്മാർ ഈ പൊടി ഈ ധൂപത്തിലിടും. അങ്ങനെ ഈ പൊടിയിൽ ഈ മയക്കുമരുന്ന് കലരുമ്പോൾ അത് ശ്വസിക്കുന്ന എല്ലാവരും 8 മിനിറ്റ് നേരത്തേക്ക് മയങ്ങി ഇങ്ങനെ ഫ്രീസ് ആയ പോലെ നിന്ന് പോകും. അപ്പോൾ ഈ 8 മിനിറ്റ് ഗ്യാപ്പിലാണ് ഇവരിതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ മോഷണം നടത്തുന്നത്. അവരെങ്ങനെയാണ് ഈ മോഷണം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേഷനിൽ ഇതുപോലെ മോഷണം പിടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുസുമ നേരെ കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന വ്യാജന സ്റ്റേഷനിലെത്തും. എന്നിട്ട് അവൾ കംപ്ലൈൻറ്റ് എഴുതുന്നതിൻ്റെ ഇടയിൽ ആ ഓഫീസിൽ എന്തൊക്കെ ഇരിക്കുന്നുണ്ട്, ഈ തൊണ്ടി മുതൽ വെച്ചിരിക്കുന്ന അലമാര എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം ലൊക്കേഷനൊക്കെ മനസ്സിലാക്കും. അതുപോലെ എത്ര പോലീസുകാരുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവൾ നേരെ വീട്ടിൽ വന്നിട്ട് ഈ ഓഫീസിൻ്റെ ഒരു സ്കെച്ച് ഒരു തുണിയിൽ തുന്നി ഉണ്ടാക്കും. ഈ തുണിയിൽ അവൾ ഈ കവടി തുന്നിപ്പിടിപ്പിക്കും. കവടി തുന്നിപ്പിടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഓഫീസിൻ്റെ വാതിലിൻ്റെ അവിടെ മുതൽ നേരെ ഇൻസ്പെക്ടറിൻ്റെ അവിടം വരെ എത്ര അടിയാണെന്നുള്ള, അപ്പോൾ എത്ര അടിയാണോ അത്രയും കവടി അവൾ തുന്നിപ്പിടിപ്പിക്കും. ആ കവടിയിൽ പിടിച്ചാണ് ഈ അന്തന്മാർ എണ്ണി അടി വെച്ച് ഇൻസ്പെക്ടറുടെ അടുത്തെത്തുന്നത്. എന്നിട്ട് ഇൻസ്പെക്ടറുടെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുക്കും. അവിടെ നിന്ന് അവർ നേരെ ലോക്കറിന് മുമ്പിലെത്തും. അതും ഇവളിങ്ങനെ റൂട്ട് മാപ്പ് പോലെ കവടി തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ആ കവടിയിൽ പിടിച്ചാണ് ഇവർ മനസ്സിലാക്കുന്നത്. നേരെ ലോക്കറിൻ്റെ മുമ്പിൽ വന്നിട്ട് താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറന്ന് തൊണ്ടി മുതലെടുക്കും. എന്നിട്ട് ലോക്കർ അടച്ച് പൂട്ടി അതിൽ ഫിംഗർ പ്രിൻറ്റ് തുടച്ചിട്ട് നേരെ തിരിച്ച് വീണ്ടും ഇൻസ്പെക്ടറുടെ അടുത്തെത്തി താക്കോൽ അയാളുടെ പോക്കലിട്ടിട്ട് ഇവർ വീണ്ടും വന്ന വഴി ഇറങ്ങിപ്പോവും. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ ഒരന്തം മാത്രമാണ് അകത്ത് കയറുള്ളൂ. അങ്ങനെ സുനിലിൻ്റെ സ്റ്റേഷനിൽ മോഷണം നടത്തിയിട്ട് തിരിച്ച് പോകുമ്പോഴാണ് ഇവരുടെ ബാഗിലാണ് കുസുമ ഈ കവടി തുന്നി പിടിപ്പിച്ച തുണി വെച്ചിരിക്കുന്നത്. അത് മേശയുടെ സൈഡിൽ തട്ടിയിട്ട് ഒരു കവടി താഴെ വീണത്. ആ കവടിയാണ് അന്ന് അടിച്ചു വാരിയപ്പോൾ നേരെ ദിവാകരന് കിട്ടിയത്. എന്നിട്ട് ഈ തൊണ്ടി മുതലുകൾ അന്തന്മാർ നേരെ ആ മരത്തിൻ്റെ ചുവട്ടിൽ, ആ മണികൾ കെട്ടിത്തൂക്കിടുന്ന മരങ്ങളില്ലേ, അതിൻ്റെ ചുവട്ടിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഈ അന്തന്മാർ ഇതെല്ലാം ചെയ്യാനായിട്ട് കുസുമ പ്രാക്ടീസ് ചെയ്തിരുന്നത് ഈ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടായിരുന്നു. അതാണ് ദിവാകർ അന്ന് രാത്രിയിൽ കണ്ടത്, ആ മരത്തിൻ്റെ ചുവട്ടിൽ പൊടി കൊണ്ട് കളം പോലെ വരച്ചു വെച്ചിരിക്കുന്നതൊക്കെ. ഇനി ഈ അന്തന്മാർ കൊണ്ടുവയ്ക്കുന്ന തൊണ്ടി മുതൽ അവിടെ നിന്ന് ആരാണ് എടുത്തുകൊണ്ട് പോകുന്നത് വെച്ചാൽ അത് മോഡി നഞ്ചപ്പയാണ്. ദിവാകർ മോഡി നഞ്ചപ്പയും വിളിച്ചുകൊണ്ടൊന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അവനെ കെട്ടിയിട്ട് ചന്തയ്ക്ക് നല്ല പെട കൊടുക്കുന്നുണ്ട്. പക്ഷെ മോഡി നഞ്ചപ്പ പറയുന്നത് അവന് ഒരു യജമാനുണ്ട്, ആ യജമാനെ കുറിച്ച് അവൻ എന്തൊക്കെ സംഭവിച്ചാലും പറയാൻ പോവില്ല എന്നാണ്. അതാണ് അവൻ അന്നൊരു ക്ലൂ കൊടുത്തത്. സുന്ദരമായ വസ്ത്രത്തിലുള്ള സ്ത്രീ, സ്വപ്നം കാണാൻ കഴിയാത്ത കണ്ണുകൾ, മന്ത്രശക്തിയുള്ള തന്ത്രി, അവനും മുകളിലുള്ള മന്ത്രി. അതായത് സുന്ദരമായ വസ്ത്രത്തിലുള്ള സ്ത്രീ അത് കുസുമ, സ്വപ്നം കാണാൻ കഴിയാത്ത കണ്ണുകൾ അത് പിൻഡോയ്ക്ക് രാത്രി ഉറക്കമുള്ളല്ലോ, ഇൻസോംനിയാണ്. മന്ത്രശക്തിയുള്ള തന്ത്രി അത് മോഡി നഞ്ചപ്പ, അവനും മേലുള്ള മന്ത്രി അത് അണ്ണപ്പയാണ്, നമ്മുടെ ദിവാകരൻ്റെ അച്ഛൻ. മോഡി നഞ്ചപ്പ അന്തന്മാർ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന ഈ തൊണ്ടി മുതൽ അണ്ണപ്പേനെയാണ് ഏൽപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ദിവാകരന് സെൻഡിയാവുന്നുണ്ട്. അച്ഛൻ ഈ പണി ചെയ്യുന്ന അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ അച്ഛനിത് ചെയ്തതിൽ കാരണമുണ്ട്. ഫ്ലാഷ് ബാക്ക്. ഇടുവാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആശാകിരൺ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു. അന്തന്മാരായ കുട്ടികളെ താമസിപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. അവിടെയാണ് കുസുമത്തിൻ്റെ അനിയത്തി ഉണ്ടായിരുന്നത്. കുസുമത്തിൻ്റെ അനിയത്തി അന്തയാണ്. അവിടെ തന്നെയായിരുന്നു പിൻഡോ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പിൻഡോയ്ക്കായിട്ട് ഇവർക്ക് പരിചയം. അവിടെ ഇവർക്ക് തയ്യൽ പരിശീലനം കൊടുത്തിരുന്നു. അങ്ങനെ അവർ ബെൽ ബോട്ടം പാൻസ് തയ്ച്ച് വിൽക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ പുതിയൊരു ഫാഷൻ എന്ന രീതിയിലും പിന്നെ അന്തരായ കുട്ടികൾ തയ്ച്ചു എന്നുള്ള രീതിയിലും ആ പാൻസ് ഭയങ്കര ഹിറ്റായി. അങ്ങനെ ഒരു സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സേഠ്ജി ഈ സ്ഥലം കാണുന്നത്. സേഠ്ജി സ്ഥലത്തിൽ കണ്ണുവെച്ചു. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഇല്ലീഗലായിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരെ സഹദേവനൊക്കെ കൈക്കൂലി കൊടുത്തത്. അങ്ങനെ ആ സ്ഥലം സേട്ടിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹദേവൻ ഒരു പ്ലാൻ ഇടുന്നു. അതായത് ഈ സ്ഥാപനത്തിൽ ആരും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥാപനം പൂട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹദേവൻ നേരെ സ്ഥാപനത്തിൽ ചെന്നിട്ട് പറയുന്നു, ഈ സ്ഥാപനം നേരെ പൊളിച്ച് പുതിയ രീതിയിലേക്ക് പണിയാൻ പോവാണ്, അതുകൊണ്ട് ഈ കുട്ടികൾ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവനും പോലീസുകാരും ഈ കുട്ടികളെ ഒരു ദിവസം രാത്രി വിളിച്ചുകൊണ്ട് പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് വിജനമായൊരു കാട്ടുപ്രദേശത്ത് എത്തിയപ്പോൾ സഹദേവൻ ഈ കുട്ടികളെല്ലാം അവിടെ ഇറക്കി വിട്ടിട്ട് അവൻ പോകും. ഈ കൂട്ടത്തിൽ നമ്മുടെ ദിവാകരൻ്റെ അച്ഛൻ അണ്ണപ്പ ഉണ്ടായിരുന്നു. പക്ഷെ അണ്ണപ്പ ഒരു ദുഷ്ടനായിരുന്നില്ല. അണ്ണപ്പ പിന്നീട് തിരിച്ചു വന്ന് ഈ കുട്ടികളെല്ലാം എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഈ സ്ഥലം 2 ദിവസത്തിന് ശേഷം ലേലം ചെയ്യാൻ പോവാണ്. അത് ലേലത്തിൽ വന്നു കഴിഞ്ഞാൽ സേഠ്ജി അത് പിടിച്ചെടുക്കും. അപ്പോൾ ഇവർക്കത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണപ്പ ഈ മോഷണങ്ങളെല്ലാം നടത്തിയത്. പിന്നെ ആദ്യത്തെ 2 ഇൻസ്പെക്ടർമാരുടെ അടുത്ത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം അവർക്കൊരു പണി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ മൂന്നാമത് സുനിലിന്റെ സ്റ്റേഷനാണ് നടത്തിയത്. പക്ഷേ അണ്ണപ്പയ്ക്ക് വേറെ വഴിയില്ല, കാരണം പൈസ വേണം. അപ്പം മറ്റേ 2 ഇൻസ്പെക്ടർമാർക്ക് എന്തായാലും പണി കിട്ടിയല്ലോ. SP അവർ വെടിവെക്കുന്ന ഫോട്ടോ കണ്ടിട്ട് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. പിന്നെ ഈ തൊണ്ടിമുതലിന്റെ കാര്യം SP അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തൊണ്ടിമുതലുകളെല്ലാം വിൽക്കാനുള്ള ഡീല് നാളെയാണ് നടക്കാൻ പോണത്.
പക്ഷെ അതിന് തൊട്ട് മുമ്പ് തന്നെ ദിവാകർ ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ അച്ഛനും ബാക്കിയുള്ളവരും ദിവാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പക്ഷേ ദിവാകർ അത് സമ്മതിക്കുന്നില്ല. ആ തൊണ്ടി മുതലുകൾ കോടതിയിൽ ഹാജരാക്കിയേ പറ്റുമെന്നാണ് അവൻ പറയുന്നത്. ഈ തൊണ്ടി മുതലുകൾ ശരിക്കും മോടി നഞ്ചപ്പ അണ്ണപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൻ ആ മരത്തിന്റെ പുറകിൽ തന്നെ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതറിഞ്ഞ് ദിവാകർ നേരെ മരത്തിന്റെ ചുവട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അവൻ ചെന്നപ്പോഴത്തേക്കും ആരും അവിടെ നിന്ന് അത് തോണ്ടി എടുത്തുകൊണ്ട് പോയിരുന്നു. ഇക്കാര്യം അവൻ നേരെ തിരിച്ചു വന്നിട്ട് അണ്ണപ്പയോടും ബാക്കിയുള്ളവരോടും പറയുന്നുണ്ട്. പക്ഷെ അവരാകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും അവിടെയുണ്ട്. അപ്പോൾ ഇതാരെ തോണ്ടിക്കൊണ്ട് പോയത്? അങ്ങനെ നോക്കുമ്പോഴാണ് ദിവാകറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഖുറേഷി മാത്രം അവിടെ ഇല്ല. ദിവാകർ ഓടി ഖുറേഷിയുടെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോഴേക്കും ഖുറേഷി അവന്റെ വീട്ടുകാരെയും കൂട്ടിയിട്ട് അവന്റെ നാട്ടിലേക്ക് പോയി എന്ന് അയൽക്കാർ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ടെൻഷനിൽ നിൽക്കുവാണ്. അങ്ങനെ ലേല ദിവസം എത്തി. അപ്പോൾ അണ്ണപ്പയുടെ കയ്യിൽ പൈസ ഇല്ല. അവരെല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം മുമ്പിൽ ലേലം വിളിക്കാനായിട്ട് പോയി ഇരിക്കുന്നില്ല. പക്ഷെ ദിവാകർ അദ്ദേഹത്തെ നിർബന്ധിച്ച് അയക്കുന്നുണ്ട്, അവിടെ പോയിരിക്കും, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമെന്ന് പറഞ്ഞ്. പുറകെ നമ്മുടെ സേഡ്ജി എത്തുന്നു. അങ്ങനെ ലേലം വിളി തുടങ്ങി. ലേലം വിളി കൊടുമ്പിരി കൊള്ളുവാണ്. പക്ഷേ സേഡ്ജി എന്ത് വന്നാലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. പൂത്ത കാശുണ്ടല്ലോ അയാളുടെ കയ്യിൽ. അങ്ങനെ ലേലം വിളിക്കാൻ വന്നവർ ഓരോരുത്തരായിട്ട് നിർത്തി പോവുകയാണ്. സേഡ്ജി എല്ലാം കയറ്റി വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലാസ്റ്റ് സേഡ്ജിയും അണ്ണപ്പയും മാത്രമാവും. അപ്പോൾ അണ്ണപ്പ വിളിക്കുന്നു, സേഡ്ജി ആയാലും കൂട്ടി വിളിക്കുന്നു. അപ്പോൾ ദിവാകറിൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. സേഡ്ജി വിട്ടുകൊടുക്കാൻ മനസ്സിലാന്ന് കണ്ടപ്പോൾ അവൻ പുറകിൽ നിൽക്കുകയാണല്ലോ. അവൻ പതുക്കെ 2-3 സ്റ്റെപ്പ് പുറകോട്ട് ഇറങ്ങിയിട്ട് അവൻ്റെ പോക്കറ്റിൽ കിടന്ന് വെളുത്ത തുവാല ഉയർത്തി ഇങ്ങനെ വീശി കാണിക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കെട്ടിടത്തിൻ്റെ അകത്ത്, അതായത് ആശാകിരൺ എന്ന് പറഞ്ഞ കെട്ടിടം അവിടെ ഉണ്ടല്ലോ, ആ കെട്ടിടത്തിൻ്റെ അകത്ത് നമ്മുടെ ഗൂബേരാമയില്ലേ പക്ഷി സേവക്കാരൻ, അവനുണ്ടായിരുന്നു. അവൻ്റെ മൂങ്ങകളെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദിവാകറിന്റെ സിഗ്നൽ കിട്ടിയതും അവനൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം ഉണ്ടാക്കിയത് മൂങ്ങകൾ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേട്ട് പറന്നു. മൂങ്ങകളെ കാണുന്നത് അപശകനമാണ്. സേഡ്ജി ഒരു ഭയങ്കര വിശ്വാസിയാണ്. ഇപ്പം കണക്ഷൻ മനസ്സിലായില്ലേ? ഈ മൂങ്ങകളെ കണ്ടതും സേഡ്ജി ഇനി നിങ്ങൾ ഈ സ്ഥലം എനിക്ക് ഫ്രീ ആയി തന്നാലും വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാളെ ലേലം വിളി മതിയാക്കിയിട്ട് പോകും. അങ്ങനെ ലാസ്റ്റ് അണ്ണപ്പ മാത്രമാവും. അങ്ങനെ അവർക്ക് ആ സ്ഥലം കിട്ടി. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേലം വിളിച്ചതിൻ്റെ പകുതി തുക ഇപ്പം അടയ്ക്കണം, എങ്കിലാണ് അവർക്കത് കിട്ടുള്ളൂ. അടച്ചില്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ആരാണ് വിളിച്ചിരിക്കുന്നത് അയാൾക്ക് സാധനം പോകും. അപ്പോൾ അത് കേട്ട് അവരെല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ടെസ്റ്റ്, ഒരു ബെൻസ് കാർ അവിടെ വന്ന് നിൽക്കും. അതിൽ നിന്നും മാസമായിട്ട് അണ്ണപ്പയുടെ ഗേൾ ഫ്രണ്ട് ലളിത ചേച്ചി കയ്യിലൊരു പെട്ടിയും പിടിച്ചുകൊണ്ട് വരുന്നു. ആ പെട്ടിയിൽ നിറച്ചും കാശാണ്. ചേച്ചി നേരെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് വന്നിട്ട് പകുതി പൈസയില്ല മുഴുവൻ പൈസയാണെന്ന് പറഞ്ഞാൽ ആ പൈസ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ സ്ഥലം അണ്ണപ്പയ്ക്ക് കിട്ടുന്നു. ഇത് അണ്ണപ്പയുടെ ഒരു പ്ലാൻ ബി ആയിരുന്നു. ദിവാകർ ഈ കേസ് തെളിയിച്ച കാര്യം പറയാനായിട്ട് ചെന്നപ്പോൾ അണ്ണപ്പയും ലളിത ചേച്ചി എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നല്ലോ. അണ്ണപ്പ ഈ കാര്യമാണ് ലളിത ചേച്ചിയോട് പറഞ്ഞത്. കാരണം അണ്ണപ്പയ്ക്ക് മനസ്സിലായിരുന്നു ദിവാകർ ഏതാണ്ടൊക്കെ ഇത് തെളിയിക്കാറായിരുന്നു. അപ്പോൾ ലളിത ചേച്ചി ഈ മോഷണങ്ങളൊന്നും പെട്ടിട്ടില്ല. അപ്പോൾ ലളിത ചേച്ചിനെ ദിവാകർ എന്തായാലും സംശയിക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് അണ്ണപ്പ ലളിത ചേച്ചിനെ ഈ കാര്യം ഏൽപ്പിച്ചത്. ലളിത ചേച്ചി ആ തൊണ്ടി മുതലെല്ലാം തോണ്ടിയെടുത്തുകൊണ്ട് പോയി ആ ഡീല് വെച്ചിരുന്ന ആളുടെ അടുത്ത് കൊടുത്തു, പൈസ ആയിട്ട് വന്നു. അങ്ങനെ അവരെല്ലാവരും ഹാപ്പിയാവുന്നു. പിന്നീട് അച്ഛൻ്റെ മോൻ്റെ കല്യാണം ഒരേ പന്തലിൽ വെച്ച് നടക്കുകയാണ്. അങ്ങനെ ആദ്യ രാത്രിയായി. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ അന്തന്മാർ മയക്കുമരുന്ന് കലർത്തിയ പുക അങ്ങനെ നിറയ്ക്കാൻ നേരത്ത് ഇവരെന്തുകൊണ്ട് ബോധം കെട്ടില്ലാന്ന്. ആദ്യ രാത്രി ദിവാകർ ഇത് അവളോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രത്നാവരണി എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്. അതൊരു ഔഷധ ഇലയാണ്. അന്തന്മാർ പോകുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഈ ഇല വെച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുസുമ അവർക്ക് കൊടുക്കും. ഇതൊരു മരുമരുന്നാണ്, ആൻറ്റിഡോട്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ മയക്കുമരുന്ന് ഏക്കില്ല. അങ്ങനെയാണ് അന്തന്മാർ മയങ്ങാണ്ടിരുന്നത്. ഇപ്പോൾ അതും ക്ലിയർ ആയാലോ? അങ്ങനെ ആദ്യരാത്രിക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യണ കാണിച്ചുകൊണ്ട് ഈ സിനിമ തീരുവാണ്. ശുഭം. എനിക്ക് കഥ പറയാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തമായിട്ട് എഴുതാൻ അറിയാൻ പാടാത്തതുകൊണ്ടാണ് സിനിമാ കഥകൾ പറയണത്. പക്ഷേ ആദ്യമായിട്ട് അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതിലുള്ള തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന നേരത്തെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്കതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കമൻറ്റായി വരുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ബൈ. അച്ഛൻ അണ്ണപ്പ മുദിനകോപ്പ് എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലെ SI ആണ്. എല്ലാം കൂടെ കൂടിയിട്ടാണ് അച്ഛൻ ഇവനെ സുനിൽ ഇൻസ്പെക്ടറാണല്ലോ. അതുകൊണ്ട് തന്നെ ദിവാകരനെ പോലീസ് ആക്കാനാണ് അവൻ്റെ ആഗ്രഹം. പക്ഷെ ദിവാകരന് ഒരു ഇൻസ്പെക്ടർ ആവാനാണ് ഇഷ്ടം. ചേച്ചിയെ മൃതശരീരം കണ്ടിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഡോക്ടർ മൃതശരീരം ഇതറിഞ്ഞ അച്ഛൻ നാട് മുഴുവൻ സ്വീറ്റ്സ് വിൽക്കുന്നു. അത് കേട്ടപ്പോൾ ഗൂബേരാമ ഒരാളുടെ പേര് പറയുന്നു. അത് കേട്ടപ്പോൾ ഖുറേഷി ഒരാളുടെ പേര് പറയുന്നു, ഗൂബേരാമ. ഈ മൂങ്ങേനൊക്കെ കാണുന്നത് ചീത്ത ശവനാണെന്നാണ് വിശ്വാസം. അതെന്താ കിട്ടാത്തെ? ദിവാകരന്റെ ഫ്രണ്ട്സ് വന്നായിരുന്നു. അവന് സെക്കൻഡ് ഷോ സിനിമയാണ്. ദിവാകരന്റെ സെക്കൻഡ് ഷോ ഇൻസ്പെക്ടർ കാട്ടുതേൻ ചോദിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ എന്താളുടെ പേര്
ഇൻസ്പെക്ടർ കാട്ടുതേൻ ചോദിച്ചിരുന്നു, അത് തരാൻ വന്നാന്ന് പറഞ്ഞ് നമ്മുടെ മരം കൊത്തി തരാൻ വന്നാന്ന് പറഞ്ഞ് നമ്മുടെ എന്താ പേര് മറന്നു പോകുന്നത്, വാ നമ്മുടെ മരം കൊത്തിയും വരുന്നുണ്ട്. അയാളെ അങ്ങോട്ടേക്ക് പോലീസുകാർ വിട്ടുന്നില്ല. ഇൻസ്പെക്ടർ കാട്ടുതേൻ ചോദിച്ചിരുന്നു, അത് തരാൻ വന്നാന്ന് പറഞ്ഞ് നമ്മുടെ മരം കൊത്തി. കുസുമ പറയുന്നത് ഞാനാണ് മോഷണങ്ങളെന്ന് രാത്രി കാവലിരുന്നപ്പോൾ ഇവര് പിസ്പിസോ